ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ചയോടുകൂടി വരുന്ന കുബേര ഷഷ്ഠി. കുബേര ഷഷ്ഠി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും, അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെയും മാറ്റിത്തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിവസമാണ്. മാത്രമല്ല, മാർഗഴി മാസത്തിൽ വരുന്ന ഈ ഷഷ്ഠിക്ക് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും ഇന്നു രാത്രി 12-ന് മുന്നേ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, നമ്മളിൽ പലരും ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യുവാനും പൂജിക്കുവാനും മന്ത്രങ്ങൾ ജപിക്കുവാനും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാതെ നമ്മളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പോകും, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും നമ്മളെ ഇരു കൈയും പിടിച്ച് കാത്തുരക്ഷിക്കുവാൻ ഭഗവാൻ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലേക്ക് ഏർപ്പെടുത്തി തരുവാൻ ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലൊരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ് ഉള്ളത്. ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളിൽ ഇപ്പോൾ കൂടുതലായും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇന്ന് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. സാമ്പത്തികപരമായ തടസ്സങ്ങൾ എന്ന് മാത്രമല്ല, മാനസികപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഭഗവാനാണ് മുരുക ഭഗവാൻ. ചോദിക്കുന്നത് എന്തും ചോദിച്ച നൊടിയിൽ തന്ന് അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനെ നമ്മൾ ഏതു രീതിയിൽ പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കും. ഇനി അതിന് പൂജകൾ ചെയ്യണം, ക്ഷേത്ര ദർശനം നടത്തണം എന്നൊന്നും തന്നെയില്ല. മനസ്സിൽ മുരുക എന്ന് വിളിച്ചാൽ മതി, നമ്മുടെ മുന്നിൽ ഭഗവാൻ ഉണ്ടാകുമെന്നുള്ളത് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു വന്ന കാര്യമാണ്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. അതിൽ പലരും പറയുന്നുണ്ട്, ഞാൻ ആദ്യമെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിച്ചു, ഇപ്പോൾ എന്താണ് എന്നറിയില്ല, മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും മനസ്സിൽ തോന്നുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം മാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു എന്നിങ്ങനെയെല്ലാം ഒരുപാട് പേർ പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ എവിടെ പോയാലും ഏത് ദൈവത്തെ വഴിപാട് ചെയ്താലും അവസാനം നമ്മളെല്ലാവരും വന്ന് നിൽക്കുന്നത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയിലാണ് എന്നുള്ള കാര്യം നമ്മളത് മാറ്റിയെടുക്കാൻ സാധിക്കാത്ത ഒന്നാണ്. കലിയുഗത്തിലെ കൺകണ്ട ദൈവം എന്നാണ് മുരുക ഭഗവാനെ പറയുന്നത്. ദേവാദി ദേവന്മാരുടെ ദേവനായിട്ടാണ് മുരുക ഭഗവാനെ പറയപ്പെടുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിച്ചവർ ഒരുപാട് പേരുണ്ട്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സാധിച്ചവർ ഒരുപാട് പേരുണ്ട്. ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് കമൻ്റ് ഇട്ടവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിതം, സന്താന ഭാഗ്യം, സന്താനങ്ങളുടെ ഉയർച്ച തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിറവേറി കിട്ടിയതായിട്ട് അറിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും എത്രമാത്രം അനുഗ്രഹമാണ് ഭഗവാൻ നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇത് നമ്മൾ രാവും പകലും ഭഗവാനെ പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പൂജകൾ ചെയ്തത് കൊണ്ടോ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയത് കൊണ്ടോ അല്ല, അറിയാതെ പോലും നമ്മൾ മുരുക എന്ന് മനസ്സുരുക്കി വിളിക്കുന്നുണ്ട്. ആ വിളി ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പതിയെ പതിയെ അലിഞ്ഞില്ലാതായി പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. മുരുക ഭഗവാന് ഒരുപാട് വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഈ ഷഷ്ഠി എന്ന് പറയുന്നത്. ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ നേടാൻ സാധിക്കാത്ത കാര്യങ്ങളെ പോലും നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ പലർക്കും ഷഷ്ഠിവ്രതം തുടർച്ചയായിട്ട് എടുത്ത് വഴിപാടുകളും പൂജകളും ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ മറ്റു ചിലർക്ക് അത് മറന്നു പോകും, അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കാതെ വരും. പീരിയഡ്സ് ആണ് എന്ന് പറയും, അല്ലെങ്കിൽ പുലവാലായ്മയുണ്ട് എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും സാരമില്ല, ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്തതിൻ്റെ ഫലം ലഭിക്കുവാനായിട്ട് അന്നേ ദിവസം രാത്രി 12 മണിക്കുള്ളിൽ, അത് ഏത് ഷഷ്ഠിയാണെങ്കിലും ശരി, ഭഗവാന്റെ തിരുനാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഒരു 108 പ്രാവശ്യം ജപിച്ചാൽ മതിയാകുന്നതാണ്. ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് കുബേര ഷഷ്ഠി ദിവസമായ ഇന്ന് നമ്മൾ രാത്രി 12-ന് മുന്നേ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രജപമാണ്. ഇത് പീരിയഡ്സ് ആണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും സാരമില്ല,
തലയ്ക്ക് കുളിക്കണം എന്ന് പോലുമില്ല, മേൽ കഴുകിയാലും മതി. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ചൊല്ലേണ്ട ഒരു മന്ത്രജപമാണ്. മന്ത്രജപം എന്നതിലുപരി തിരുനാമമാണ്. തിരുനാമങ്ങൾ ജപിക്കുവാൻ നമുക്ക് ഏതൊരു തരത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തെടുത്ത് പറയുന്ന ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് രാത്രി എപ്പോഴാണോ ഉറങ്ങുന്നത് അതിന് തൊട്ട് മുന്നേ കൈയും മുഖവും കഴുകുക. കഴിയുമെങ്കിൽ ഒന്ന് മേൽ കഴുകിയതിനു ശേഷം, അതായത് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം നമുക്ക് താഴെ തറയിൽ ഒരു തുണിയോ മനപ്പലകയോ അല്ലെങ്കിൽ ഒരു പായയോ ഇട്ടിരിക്കാം. കട്ടിലിൽ ഇരുന്ന് ചൊല്ലരുത്. നമുക്ക് കിഴക്കുദിശയോ വടക്കുദിശയോ നോക്കിയിരിക്കാം, തെക്കുദിശ നോക്കിയിരിക്കരുത്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഭഗവാൻ നിറവേറ്റി തരുമെന്ന് പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് 33 പ്രാവശ്യം ചൊല്ലാം. മന്ത്രം ഇതാണ്: ഓം ശരവണഭവ ധനം ദേഹി ഗുരുഗുഹ നമ. ഓം ശരവണഭവ ധനം ദേഹി ഗുരുഗുഹ നമ. ഓം ശരവണഭവ ധനം ദേഹി ഗുരുഗുഹ നമ. അതായത് ശരവണഭവ എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമമാണ്. അതിനോടൊപ്പം ധനത്തെ നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാനുള്ള വാക്കാണ് ഈ ധനം ദേഹി എന്നുള്ളത്. ഈ ഒരു മന്ത്രജപമാണ് ഇന്നു രാത്രി 33 പ്രാവശ്യം ഉറങ്ങുന്നതിന് മുന്നേ ജപിക്കേണ്ടത്. 33 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ പണ ആവശ്യം പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് കിട്ടും. നമ്മുടെ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തിച്ചേരും. നമ്മുടെ ജീവിതത്തിലെ പണ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടു കൂടി ഒരു 2 മിനിറ്റ് കണ്ണുകൾ അടച്ച് ഭഗവാന് നന്ദി പറയുക. അതിനുശേഷം നമുക്ക് കിടന്നുറങ്ങാൻ പോകാവുന്നതാണ്. ഇത് ഇന്ന് മാത്രമാണോ ജപിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്ക് ചൊല്ലാം, വീട്ടിൽ പൂജകൾ ചെയ്യുമ്പോൾ നമുക്ക് ചൊല്ലാം, ചൊവ്വാഴ്ച വെറ്റില ദീപ വഴിപാട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് ദീപ വഴിപാട് ചെയ്യുമ്പോൾ എന്നിങ്ങനെ മുരുക ഭഗവാന്റെ വഴിപാടുകൾ ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് ഈ മന്ത്രജപങ്ങൾ 33 പ്രാവശ്യമോ 21 തവണയോ ജപിക്കാവുന്നതാണ്. ഇത് ചൊല്ലും തോറും നമ്മുടെ പണ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും, നമ്മുടെ പണ തടസ്സങ്ങൾ മാറിക്കിട്ടും, പുതിയ പുതിയ അവസരങ്ങൾ നമ്മളെ തേടി വരും. ഭഗവാന്റെ അനുഗ്രഹത്താൽ നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാനായിട്ട് ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പണം സംബന്ധിച്ചുള്ള എല്ലാവിധ പ്രശ്നങ്ങൾ നിന്ന് മോചനം നേടുവാനും പണം നമ്മളെ തേടി വരുവാനും നമ്മുടെ കൈകളിൽ എപ്പോഴും പണം ഉണ്ടായിക്കൊണ്ടിരിക്കുവാനും നമ്മുടെ പാഴ്ചിലവുകൾ കുറയുവാനും ഈ ഒരൊറ്റ മന്ത്രം ജപിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. മുരുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സ്വന്തമായിട്ട് വീട് ലഭിക്കുവാൻ വേണ്ടിയുള്ള തിരിപ്പുകളുണ്ട്. അതുപോലെ പണ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുള്ള മന്ത്രജപങ്ങളുണ്ട്. മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ, ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ തുടങ്ങി ഒരുപാട് മന്ത്രജപങ്ങളും തിരിപ്പുകഴുകളും ഉണ്ട്. അങ്ങനെ പണ തടസ്സത്തെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത തിരുനാമത്തോടു കൂടിയുള്ള മന്ത്രജപമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ആർക്കെല്ലാം ഇന്ന് ഈ ഒരു മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നുവോ അവർക്കെല്ലാവർക്കും അവരുടെ പണ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ദിനം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി 12-നുള്ളിൽ നിങ്ങളെല്ലാവരും തന്നെ മറക്കാതെ ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായും നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം ഉടനടി നിറവേറിക്കിട്ടും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതായിരിക്കും. നമ്മൾ ആവശ്യപ്പെട്ട കാര്യം നിറവേറി കിട്ടി എന്ന് പറഞ്ഞ് ഇതേ വീഡിയോയുടെ താഴെ നിങ്ങളെല്ലാവരും വന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് മറക്കാതെ ഈ മന്ത്രം ജപിച്ചു നോക്കുക. കഴിവതും നിങ്ങൾക്ക് 33 പ്രാവശ്യം ജപിക്കുക. ഇനി അതിന് സമയം കിട്ടുന്നില്ല മാഡം എന്ന് പറയുകയാണെങ്കിൽ കുറഞ്ഞതൊരു 6 പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലിക്കിടക്കുക. ഒരു പക്ഷേ ചെറിയ ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ആ പണ ആവശ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയുന്നതായിരിക്കും. ഇനി പണത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളാണ് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 5 ലക്ഷം 1 ലക്ഷം എന്നിങ്ങനെയെല്ലാം വലിയ തുകകളാണ് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 6 ദിവസത്തിനുള്ളിലെങ്കിലും നമ്മുടെ ആ ആവശ്യങ്ങൾ പൂർത്തിയാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും പരിപൂർണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, പരിഹാര മാർഗങ്ങൾ, താന്ത്രികങ്ങൾ, തിരുനാമങ്ങൾ, തിരുകഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.